മറ്റൊരു പുൽക്കൂട് എന്ന ക്രിസ്മസ് വിജീതങ്ങളിലേക്ക് ഏവർക്കും ഒരിക്കൽ സ്വാഗതം. എൻ്റെ ഒരു ഡ്രോയിങ് നാട്ടിൽ ഞാനിന്ന് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തെക്കുറിച്ച് ഏതായാലും കുറച്ച് ചിന്തകളും നന്മകളും സത്യങ്ങളും നിങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ആൾക്കാരെല്ലാം കാണുന്നത് ശനിയാഴ്ചകളിൽ വാദിച്ചെന്ത് ചെയ്യുമ്പോൾ വ്യത്യസ്തഹായമായിട്ട് പ്രാർത്ഥനയുണ്ടാവും. സ്ഥലത്തും വായനയുണ്ടാവും. സത്യം പറഞ്ഞ അവതാരമായതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകൾക്ക് ഞങ്ങൾ മുട്ടുകുത്തിയായിരിക്കും നിൽക്കുന്നത്. അന്ന് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചൊരു പ്രാർത്ഥനയാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതൊന്നല്ല ശ്രദ്ധിച്ചത്. അത് വളരെ വലുതായതുകൊണ്ടും ഞാൻ മുട്ടുകുത്തി നിൽക്കാറുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ സ്തോത്രഗീതത്തിൻ്റെ അർത്ഥവും മഹത്വവും മനസ്സിലാക്കിയത് വളരെ കുറച്ച് നാളുകൾക്കുമുണ്ട്. വിശുദ്ധ ശേഷം പഠിക്കാൻ കിട്ടിയ അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ഈ മാഗ്നിഫിക്കാത്തിൻ്റെ അർത്ഥം എന്താ, എന്തുകൊണ്ടാണ് ഈ രണ്ട് നിർമ്മിണികൾ ഇത്രമാത്രം സന്തോഷിച്ച് പാട്ടുപാടി ആഘോഷിക്കുന്നത്. ഈശോ ജനിക്കാനായിട്ട് ഒരുക്കുന്ന സമയമാണ്. പരിശുദ്ധാകുമ്പോൾ ഈശോയെ പ്രസവിക്കാനായിട്ട് ഒരുക്കുന്ന സമയമാണ്. എലീശോവ യോഹന്നാൻ മാതാവിയെ പ്രസവിക്കാനായിട്ട് ഒരുക്കുന്ന സമയമാണെന്നൊക്കെ നമുക്കറിയാം. എങ്കിലും ഇങ്ങനൊരു സ്തോത്രഗീതം അതിലെന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ അറിയാൻ സാധിച്ചത് ഈ ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഈ മാഗ്നിഫിക്കാത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് ദൈവം കാണിച്ച ആ വലിയ സ്നേഹത്തെ പ്രതിയുള്ള നന്ദി പ്രകടനം മാത്രമല്ല. പരിശുദ്ധ അമ്മ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അബ്രാഹം മുതൽ ആദം മുതൽ അബ്രാഹം മുതൽ മോശ മുതൽ പ്രവാചകന്മാർ മുതൽ രാജാക്കന്മാർ മുതൽ എല്ലാവരും കൂടി കടന്നുപോയ അതേ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇരിക്കുക. പരിശുദ്ധ അമ്മ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് മഹത്വം പറഞ്ഞ് പാട്ട് പാടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ? ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ഈ താഴ്മയിൽ കടാക്ഷികൾ, ആ താഴ്മയിൽ ദൈവം കടാക്ഷിച്ചതുകൊണ്ടാണ് അവരുടെ രക്ഷകനായിട്ട് അവരുടെ രക്ഷയ്ക്കായിട്ട് ഒരു വാഗ്ദാനം കൊടുക്കുന്നത്. ആ വാഗ്ദാനം നിറവേറുന്നത് പരിശുദ്ധ ഒരു നിരത്തിനാണ്. അപ്പോൾ ആ വാഗ്ദാനം സ്വീകരിക്കാനായി കരുതുന്ന പരിശുദ്ധ അമ്മയുടെ സന്തോഷം ഇത്രമാത്രമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സന്തോഷം അതുപോലെ ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുഴുവൻ സന്തോഷം അതിൽ ഉൾക്കൊള്ളുന്നത്. പരിശുദ്ധ അമ്മയിലും ദൈവം കണ്ടെത്തുന്നത് ഇതേ താഴ്മ തന്നെയാണ്. എൻ്റെ താഴ്മയിൽ, എൻ്റെ ദാസിയുടെ താഴ്മയിൽ ദൈവം കടാക്ഷിച്ച പരിശുദ്ധമ്മ പാടുന്നത്. ഇനി പോലെ സകല തലമുറകൾ എൻ്റെ ഭാഗ്യവതിയും തികയുന്ന പരിശുദ്ധമ്മ പങ്കുവയ്ക്കുന്നത് എത്ര മനോഹരമാണ്. നിങ്ങൾ ആലോചിച്ചോ, കുട്ടികളായ 2 പേരിൽ നിന്ന് പുറത്ത് നിന്ന് ആ സർവത്തിൻ്റെ സൃഷ്ടാവായ ഇതിന് മുമ്പിൽ ഇരുന്ന് സന്തോഷിക്കുക, ആർത്തുമായിട്ട് സന്തോഷിക്കുക. തൊട്ടപ്പുറത്തൊരാളിരിക്കുന്നുണ്ട്, മിട്ടാപ്പറ്റാൻ ഇരിക്കുന്നത് ആരാവത് എലീശമ്മയുടെ ഹസ്ബൻഡായിട്ട് സക്കരയോടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പരിശുദ്ധ അമ്മയും എലീശ സന്തോഷത്തിന് പാട്ടുപാടി ശ്രമിച്ച് ആഘോഷിക്കുകയാണ്. മറ്റൊന്നും പറഞ്ഞാൽ എൻ്റെ താഴ്മയിൽ കടാക്ഷിച്ച ദൈവത്തോടുള്ള സ്നേഹം, ഇസ്രായേൽ സമൂഹത്തിൻ്റെ താഴ്മയിൽ കടാക്ഷിച്ച ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ പൂർത്തിയായിക്കൊണ്ടിരിക്കുക. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ഉള്ളൂ, ഏതാനും നാളുകൾ കൂടി വരും. ഇതേപോലെ നമുക്ക് എന്തായാലും ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാനായിട്ട് എന്നും നമ്മളോട് കൂടിയായിരിക്കുന്ന വാഗ്ദാനം സ്വീകരിക്കാനായിട്ട് ആത്മാർത്ഥമാക്കിയിരുന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് താഴ്മയോടെ അങ്ങനെ ശ്രമിക്കാം. ദൈവം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഈ താഴ്മയുള്ള ദൈവമാണ്. ദൈവത്തിന് വലിയ മടിമാലയിലേക്ക് പോയി പറഞ്ഞായിരുന്നല്ലോ. ഇങ്ങനെ ദൈവം പറഞ്ഞത് ഒരു കാൽഫലത്തിൽ ഒരു പാവപ്പെട്ട അനീതിയായ ഒരു ഉദരത്തിനാണ് ദൈവം പറയുന്നത്. നമുക്കെല്ലാവർക്കും ഈശോയെ ഉള്ളിലെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ഈശോയെ സ്വീകരിക്കാനായിട്ട് താഴ്മയോടായിരിക്കും. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും എല്ലാ ആശംസകളും ദൈവം നമ്മെ ഓരോരുത്തരെയും സൗഖ്യമായി അനുഗ്രഹിക്കട്ടെ.